ഞങ്ങൾ രണ്ടുപേരോടും കൂടെ ഒരു ഒരു അതായത് ഒരു വശത്ത് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്ന അവരുടെ അവകാശങ്ങൾ, അവർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം, അവസരമൊക്കെ. പക്ഷെ മറുവശത്ത് ഈ ഉപഭോഗ സംസ്കാരം വന്നു കഴിഞ്ഞപ്പോൾ ഈ കൺസ്യൂമർ സൊസൈറ്റിയിൽ നമ്മുടെ സ്ത്രീകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കും അവർക്കും അവരെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്, അവരുടെ റോൾ എന്താണ് സമൂഹത്തിൽ, അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അല്പം വഴിതെറ്റുന്നില്ലേ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പം ഈ ദൃശ്യമാധ്യമത്തിലെ സ്ത്രീകളുടെ സാന്നിധ്യം, അവരുടെ ദൃശ്യത പലപ്പോഴും വളരെ ട്രിവിയലൈസ് ചെയ്തുകൊണ്ട്, അതായത് അവരുടെ ഈ മേക്കപ്പും അവരുടെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം വേണ്ടി അവരെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത വാസ്തവത്തിൽ പെൺകുട്ടികളാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഈ സ്ക്രീനിലൊന്ന് വന്ന് ഒരു എല്ലാവരുടെയും ഒരു കൺഗ്രാജുലേഷൻസോ ലൈക്കോ ഒക്കെ കിട്ടാൻ വേണ്ടി മാത്രമായി എനിക്ക് തോന്നുന്നു. ഇത് ഒരു വശത്ത് പോളിസി മേക്കിംഗുകാരും നയമുണ്ടാക്കുന്നവരും അതുപോലുള്ള അധികാരമുള്ളവരും ഇതിനുള്ള ഉത്തരവാദിത്വമുള്ളവരും ഒക്കെ സ്ത്രീകളെ സഹായിക്കുകയും സ്ത്രീകളെ മനസ്സിലാക്കി അംഗീകരിക്കുകയും അതിനോട് സമാനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളും ഈ ആകാനാവാത്ത ലക്ഷറിയുടെയും ഈ ഒരു ആർഭാടത്തിൻ്റെയും ഒക്കെ പിന്നാലെ, കാരണം വല്ലാത്തൊരു ഡിവൈഡും ഇവിടെയുണ്ട്, വലിയൊരു സാമ്പത്തികമായ ഒരു ഡിവൈഡ് ഇവിടെയുണ്ട്. അപ്പം മോഹം ഒരു പ്രായമാണ്, ആ പ്രായത്തിൽ തനിക്കാകാൻ വയ്യാത്ത തൻ്റെ കുടുംബമോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ അനുവദിക്കുന്നില്ലാത്ത ചില ആർഭാടങ്ങളും ആവശ്യങ്ങൾക്കും വേണ്ടി ചിലപ്പോഴെങ്കിലും അവർ കോംപ്രമൈസ് ചെയ്യുന്ന ഒരവസ്ഥ അത് ഈ സമൂഹത്തിലുണ്ട്. കാരണം കൺസ്യൂമർ സൊസൈറ്റി എപ്പോഴും സ്ത്രീക്ക് നാശമാണ്, സ്ത്രീക്കെതിരായിട്ടുള്ള അവസരങ്ങളല്ലേ എഡ്യൂക്കേഷനും സമൂഹത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളും ആവശ്യമായി വരുന്നത്. എനിക്ക് അതിൽ ഒരു കാര്യം പറയണ്ട, അതായത് നമ്മൾ ആ കുട്ടികളെ, ഈ പെൺകുട്ടികളെ ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളും നമ്മൾ തന്നെയാണ്. നമ്മൾ ആ കുട്ടിക്കാലത്ത്, ഇപ്പോൾ ചെറിയ കുട്ടിക്കാലത്ത് അവർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കടക്കാരൻ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. പെൺകുട്ടിയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പാവയെ തരും, ആൺകുട്ടിയാണെങ്കിൽ കിച്ചൺ സെറ്റും തരും, കാരണം അത് ചെയ്ത് പഠിക്കട്ടെ എന്നുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിൽ മെക്കാനിക്സ്, അങ്ങനെ കാറ്, അല്ലെങ്കിൽ അത് ഈ സ്ക്രൂവും ഇതെല്ലായിട്ട്. പെൺകുട്ടികൾക്ക് അത് കൊടുക്കില്ല. അപ്പൊ ഇത് അപ്പൊ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു തരം കണ്ടീഷനിങ് അവിടെ അതുണ്ട്. രണ്ട്, ഈ നമ്മുടെ പാവകളെ ശ്രദ്ധിക്കൂ. അത് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ അവരുടെ ശരീര വടിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മള് ഇതുപോലെ ഈ ബാർബി എന്ന് പറഞ്ഞ സാധാരണ കുട്ടികൾ ഇപ്പോൾ അല്ല, ഒരു ഇടത്തരത്തിന് മുകളിലുള്ള കുട്ടികളൊക്കെ അതിന്റെ നിറം, വെളുത്ത നിറം, നല്ല മുടി. അപ്പോൾ ഇതൊരു വലിയ പ്രക്ഷോഭം ഇത് വന്നു കഴിഞ്ഞപ്പോൾ കറുത്ത ബാർബിയെ ഇറക്കാൻ അമേരിക്കൻ ഈ കമ്പനി തയ്യാറായി. നല്ല കറുത്ത നിറമുള്ള, അതായത് തൊലി വെളുപ്പ് തന്നെ ആവണം എന്നില്ല. അപ്പോൾ ഈ ധാരണകളൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കണം. ഒന്ന്, ഈ സെൻസിറ്റൈസേഷൻ വേണം. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ജെൻഡർ ഇഷ്യൂസിനെ പറ്റി ഒരു നിർബന്ധമായിട്ട് സിലബസ് വേണം. രണ്ട്, നമ്മൾ എപ്പോഴും പറയണ സ്ത്രീ ശാക്തീകരണം. സ്ത്രീകൾക്ക് ഇപ്പം തന്നെ നല്ല ശാക്തീകരണം, നല്ല ശക്തിയുള്ളവരാണ് സ്ത്രീകൾ. ആ ബോധവൽക്കരണം വേണ്ടത് പുരുഷനാണ്. ഇപ്പോൾ ഒരേ ജോലി ചെയ്യുന്നവർക്ക് രണ്ട് കൂലി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലോൺ കൊടുക്കുന്നതിൽ ബാങ്കിലുള്ള ഒരു ഇത് കണക്കെടുത്ത് വെറുതെ ഒന്ന് ഓഡിറ്റ് ചെയ്താൽ മതി. എത്ര സ്ത്രീ വ്യവസായ സംരംഭകർക്ക് ലോൺ കൊടുക്കും? നേരെ മറിച്ച് ഒരു പുരുഷൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ മനസ്ഥിതി മാറണം. അപ്പോൾ അവിടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ കുട്ടിക്കാലത്തെ തുടങ്ങിയ ഒരു പക്ഷേ ആ ബാങ്ക് മാനേജർ വലുതാവുമ്പോൾ ഇവർക്ക് ലോൺ കൊടുത്തു എന്ന് വരും. അപ്പോൾ അവിടെ മാറ്റം വരണം. ബാങ്കുകാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ആ ഒരു കുടുംബശ്രീ വന്നതോടുകൂടിയാണ് ആ മാറ്റം വന്നത്. കുറെ നടക്കുകയാണ്, അവരെടുക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം സ്ത്രീകളാണെങ്കിൽ അവർ തിരിച്ചടയ്ക്കും. കുറേയൊക്കെ ഒരു ധാർമ്മിക ബോധവും ഉണ്ട്, പിന്നെ ഒരു ഭയവുമുണ്ട്. കാരണം വീടെങ്ങാൻ ജപ്തി ചെയ്ത് പോയത്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഈ ബാങ്കുകാരോ മറ്റു വന്ന് ശല്യപ്പെടുത്തുന്ന നാണക്കേടല്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരത് തിരിച്ചടയ്ക്കുന്നതിൽ ഒരു ധാർമ്മികത അതിനകത്ത് കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ റീഹാബിലിറ്റേഷന്റെ കാര്യം ഇപ്പൊ മാഡം പറഞ്ഞല്ലോ, റെസ്ക്യൂ 3-6, അതിൽ ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, നമ്മുടെ സർക്കാരിന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് എല്ലാം എടുത്തു വെക്കും. സുനാമി വന്നു, പുനരധിവാസ പദ്ധതി, സ്ത്രീകൾക്ക് വസ്ത്രനിർമ്മാണം,
പിക്കിൾ മേക്കിംഗ്, അതായത് ഉപ്പിലിട്ടത് ഉണ്ടാക്കാനായിട്ട്. അത് അല്ലെങ്കിൽ വേറെ 3 P ആണ്. പപ്പഡ്, പിക്കിൾ, പെറ്റിക്കോട്ട്. പപ്പടം, പെറ്റിക്കോട്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടാക്കുക. വേറെ എന്തെങ്കിലും ഇതുപോലത്തെ പൂ നിർമ്മാണം അല്ലെങ്കിൽ ഇത് എംബ്രോയിഡറി. നമ്മള് സ്കൂളുകളിൽ തന്നെ എന്താ കാണുന്നത്? സ്കൂളിൽ അടിച്ചു വരുന്നത് ആരാ? ബോയ്സ് ആൻഡ് ഗേൾസ് ഉള്ള സ്കൂളാണെങ്കിൽ അടിച്ചു വരുന്നത് പെൺകുട്ടികള്, ബോയ്സ് ബെഞ്ച്. ഞാൻ പഠിച്ചത് ഓൾ ഗേൾസ് സ്കൂളാണ്. ഞങ്ങൾ ബെഞ്ച് കയറ്റി വെക്കും. അതിനെന്താ അതെ അതെ ഞങ്ങൾ കയറ്റി വെക്കും. അതിനുള്ള ശക്തി ഞങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല. 3 കുട്ടികൾ കയറും, അടിച്ചു വാരും വരും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജെൻഡർ അഡ്വൈസർ ആയിരുന്നു റിട്ടയർ ചെയ്ത ഉടനെ. ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ശ്രമദാന വാരമുണ്ടല്ലോ, ഒരു ഒക്ടോബർ മാസത്തിൽ. അതിൻ്റെ ഒരു പരസ്യം വന്നു. ആ പരസ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചെയ്യണം, അത് ചെയ്യണമെന്ന് പറഞ്ഞൊരു കൂട്ടത്തിൽ പത്രങ്ങളിലാണ് വന്നത്. അതിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നിൽക്കുന്നു. ആൺകുട്ടിയുടെ കയ്യിൽ കൊട്ട, പെൺകുട്ടിയുടെ കയ്യിൽ ചൂല്. അപ്പോൾ ഞാൻ ഉടനെ എന്നെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് എഴുതി. ഉടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, എഴുതുകയും ചെയ്തു. നമ്മൾ എന്ത് സിഗ്നലാണ് കൊടുക്കുന്നത്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? കൊട്ട പിടിക്കാൻ പുരുഷനും ആൺകുട്ടിയും, ചൂലെടുക്കാൻ പെൺകുട്ടിയെ തിരിച്ചു കൊടുക്കുക. അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് അടുത്ത പാടി കൊടുക്കുമ്പോൾ ഇതങ്ങോട്ട് തിരിച്ചിടുക എന്ന് പറഞ്ഞു. അതൊരിക്കലും അവർക്ക് സാധിക്കില്ല. അത് സാധിച്ചിട്ട് അവർക്കത് വലിയൊരു മൈൻഡ് ബ്ലോക്ക് ചെയ്യുന്ന കുടുംബശ്രീ യൂണിറ്റിന്റെ ഇഷ്യൂ പറഞ്ഞ സമയത്ത് എറണാകുളത്ത് ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒരു ഫോട്ടോഗ്രാഫി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. അത് ആഗ്രഹിച്ചവർ അവിടുത്തെ പല പ്രമുഖരായ ഫോട്ടോഗ്രാഫേഴ്സിനെയും ഫോട്ടോഗ്രാഫി അധ്യാപകരെയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും മനസ്സിലാലോചിച്ച് ഈ 3P വിട്ടിട്ട് ഇവരെന്തിനാണ് 4th P ചിന്തിക്കുന്നത്, ഫോട്ടോഗ്രാഫി ചിന്തിക്കുന്നത്? കാരണം നമ്മൾ കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളെ നമ്മൾ കേട്ട് പരിചയിച്ചു കുക്കിംഗ് റിലേറ്റഡ് അഫയേഴ്സ് അല്ലെങ്കിൽ ക്യാൻറ്റീൻ നടത്തുന്നു, അതൊന്നും മോശമെന്ന് നമ്മൾ പറയുന്നതല്ല. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള അവന്യൂസിലേക്കും ഒരു ഓപ്പണിംഗ് കൊടുത്താലാണ് അവർക്ക് കൂടുതൽ അവരുടേതായിട്ടുള്ള ഒരു ബെറ്റർമെന്റിന് സാധ്യതമാവുക. അപ്പൊ ഇത്തരത്തിലുള്ള അവന്യൂസ് വരുന്നുണ്ട്. അതിന് എത്രത്തോളം നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. സപ്പോർട്ടീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ സുനാമി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വസ്ത്രനിർമ്മാണ രംഗത്തുള്ളതിനേക്കാളും മറ്റേ പിക്കിൾ നിർമ്മാണ രംഗത്തിലുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത എവിടെയാണ്? ഒരു പ്ലംബർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു ഇലക്ട്രീഷ്യന് അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എത്ര സ്ത്രീകൾക്ക് നമ്മൾ പ്ലംബർ എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ സാന്നിധ്യമെങ്കിലും ഉണ്ടോ? ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടോ? ഒരു സ്ത്രീ ഇലക്ട്രീഷ്യനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അതേ പറഞ്ഞപ്പോൾ ഒന്ന് ഇന്റർപ്റ്റ് ചെയ്തോട്ടെ. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ അവിടെ ഒരു NGO ഉണ്ട്. അവിടെ ഈ ലേഡി മേസൺസ് അവർക്ക് എന്തൊരു വലിയ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ വന്നതെന്നറിയോ? ദേ ആർ സോട്ട് ആഫ്റ്റർ പീപ്പിൾ. കാരണം മറ്റുള്ള പുരുഷന്മാർ പലരും ഒരു പണി ഏറ്റെടുത്തിട്ട് പിന്നെ ഇവരങ്ങനെയല്ല. ഇവരത് പൂർത്തിയാക്കിയതിന് ശേഷമേ പോവുള്ളൂ. അവരവിടെ നിന്ന് അവരുടെ ട്രെയിനിങ് പീരീഡിലൊക്കെ ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ആദ്യം വളരെ ഹമ്പിളായിട്ടുള്ള ഒരു ഇതിൽ തുടങ്ങിയതാണ്. ആദ്യം കുറച്ചുപേരെ കിട്ടുമായിരുന്നുള്ളൂ. പിന്നെ സ്ത്രീകൾ സമയമുണ്ടാക്കി അവരുടെ വീട് വിട്ട് ഇതിന് വന്ന് ഈ ട്രെയിനിങ് ഏറ്റെടുത്ത് അവരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം വന്നു. അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഘടന മാറി. അപ്പോൾ അവസരം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സാധിക്കും. പക്ഷെ ഒരു പ്രശ്നം ഞാനൊരു എഡ്യൂക്കേഷണലിസ്റ്റ് എന്നുള്ളതിൽ പറയാം. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പെൺകുട്ടികൾ PhDക്ക് വരുന്ന പെൺകുട്ടികൾ, ഞാൻ ഈ ചാനലിൽ ഇത് പറഞ്ഞാൽ എന്തുമാത്രം കോളുകളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. JNUവിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഞാൻ മെമ്പറായിരുന്നു 2 വർഷം. ഒരു സാധാരണ യൂണിവേഴ്സിറ്റികളുടെ സിൻഡിക്കേറ്റിൻ്റെ വഴക്കും വയ്യാവലി ഒന്നുമുള്ള ഒരു സ്ഥലമല്ല, അക്കാഡമിക് കാര്യങ്ങളാണ്. പക്ഷേ അക്കാഡമിക് കാര്യങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി വന്നിരുന്ന കേസ് എന്തായിരുന്നറിയോ? PhD ഗൈഡ്സ് PhDക്ക് വരുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ചതിൻ്റെ കേസുകൾ. അത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം JNU പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇതാണെങ്കിൽ മറ്റുള്ളിടത്ത് എന്തുമാത്രം ഇതാണ്. അപ്പൊ അതിനിടയ്ക്ക് പല പ്രൊഫസർമാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു, വാർഡന്മാര് പോകുന്നു. പൂർത്തിയാക്കാതെ പോയിട്ടുണ്ട് പെൺകുട്ടികൾ എത്രയോ പേർ, അറിയപ്പെടാത്ത എത്രയോ പേർ. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ എത്ര കഷ്ടതരമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.